പിന്നെ എല്ലാവർക്കും സുഖം തന്നെ. കണ്ടിട്ട് കുറച്ച് നാളായിരുന്നു. അതാ ഈ ലൈവ് വരാൻ വേണ്ടിയിട്ടുണ്ടല്ലോ. ഉപ്പും മുളകും ഷോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷോ ആണ്. അതിലെ ഓരോ ക്യാരക്ടറും ബാലു, നീലു, ആ കുട്ടികളെല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര വീട്ടിലെ ആൾക്കാരെ പോലെയാണ്. കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഉപ്പും മുളകും നടക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് നമ്മളെല്ലാം കാണുകയുണ്ടായിരുന്നു. ആ ഒരു ബാലു എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന ബിജു സോപാനോ, അതുപോലെ തന്നെ അതിൽ ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന ശ്രീകുമാറും, ഇവർക്ക് രണ്ടുപേർക്കും എതിരെ ഒരു ലൈംഗിക പരാമർശം, അതായത് ലൈംഗികമായിട്ടൊരു കേസ് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു സെറ്റിൽ, ആ ഒരു ഉപ്പുമുളകും സെറ്റിൽ തന്നെയുള്ള ഒരു സ്ത്രീയെ എടുത്ത് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞൊരു കേസ് ഇവർക്ക് രണ്ടുപേർക്കും എതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കരമായിട്ടുള്ള ഷോക്കും കാര്യങ്ങളുമായിരുന്നു എല്ലാവർക്കും. അതിനുശേഷം അവർ രണ്ടുപേരും ആ ഒരു സീരിയലിൽ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്തത്. അവർ പോയതിന് ശേഷം ഈ ഒരു നീലിമ, അതായത് നിഷ സാരംഗ് എന്ന് പറഞ്ഞ ഈ ഒരു നടിയും അതിൽ നിന്ന് മാറുകയാണ് ചെയ്തത്. അതോടെയാണ് എല്ലാവർക്കും സംശയം തോന്നിയത്, ഈ ഒരു കേസ് കൊടുത്തത് നിഷ സാരംഗ് തന്നെയാണോ, നിഷ സാരംഗിനെതിരെയാണോ ഇവരിങ്ങനെ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതിന് റിപ്ലൈ ആയിട്ട് നിഷ സാരംഗ് ഒന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു ബിജു സോപാനോ, അതുപോലെ തന്നെ ശ്രീകുമാർ, ഇവരും ഇതിനെപ്പറ്റിയൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ശ്രീകുമാർ, അതായത് ശ്രീകുട്ടനായിട്ട് അഭിനയിച്ച ശ്രീകുമാറും അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള സ്നേഹ എന്ത് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അതിനകത്തുണ്ടെങ്കിൽ ഈ ഒരു വൈഫ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസമാണ് ഇത് കണക്ക് കേസ് കൊടുത്തത്, ഞങ്ങൾ പ്രതീക്ഷ പോലുമില്ല, ഞങ്ങൾ അമ്പലത്തിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് കണക്ക് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതെന്ന്. ഇതൊട്ടും തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. സോ ഇപ്പോൾ ഉള്ള സമയത്തുണ്ടെങ്കിൽ ആർക്കും ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷൻ്റെ മേൽ പെട്ടെന്ന് തന്നെ കേസ് കൊടുക്കാം, ഭയങ്കരമായിട്ട് തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഒരു നിയമമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ എന്താ പറയുക, എങ്ങനെയാണ് ഇങ്ങനത്തെ രീതിയിലൊക്കെ കള്ളം പറയാൻ പറ്റുന്നതെന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഭാര്യയായിട്ടുള്ള സ്നേഹ പറയുന്നത്. അതുപോലെ തന്നെ ശ്രീകുമാർ പറയുന്നുണ്ട്, ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ വ്യാജമായിട്ട് പരാതികളൊക്കെ കൊടുക്കുമ്പോഴത്തേന് അവർക്ക് തിരിച്ച് ഈ ഒരു കേസ് ശരിയല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആണെന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് നേരെ ഉന്നയിച്ച ആ ഒരു കാര്യങ്ങളൊന്നും ശരിയല്ല, ഈ ഒരു പെൺകുട്ടി തന്നെയാണ് തെറ്റ് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ അതിന് തിരിച്ചൊരു കേസ് എടുക്കും, അങ്ങനെ ഒന്നും തന്നെ ഇവിടെ ഇല്ല. പക്ഷെ അങ്ങനെ വേണം, എന്നിരുന്നാൽ മാത്രമേ ഇങ്ങനെയുള്ളവർ പഠിക്കൂ എന്ന് ശ്രീകുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ താഴെ കുറേയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ഭർത്താവിനെ ന്യായീകരിച്ച് ഭാര്യ വന്നിട്ടുണ്ട്, കുട്ടിയൊക്കെ ആയിട്ടില്ലേ, അതുകൊണ്ട് പിന്നെ ന്യായീകരിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ പോലും സ്നേഹ പറഞ്ഞതിൻ്റെയൊക്കെ എന്താ പറയുക, അവരൊക്കെ പറഞ്ഞത് ഫുള്ളായിട്ട് അങ്ങ് മാറ്റിക്കളയാനോ പറ്റത്തില്ല. കാരണം അത് തെളിയിക്കാത്ത പക്ഷത്തോളം എന്ത് ചെയ്യണം, അതങ്ങനെ തന്നെ ഇരുന്നേ പറ്റത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിഞ്ഞാൽ മാത്രമേ കുറ്റവാളി എന്ന് പറയാൻ പറ്റൂ. ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന് പറഞ്ഞ ഉടനെ കുറ്റവാളിയാവത്തൊന്നുമില്ല, അത് തെളിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. സോ അതിൻ്റെ താഴെ കമൻസ് അല്ല ഈ സ്നേഹിക്കും ശ്രീകുമാറിനും ഒക്കെ എതിരെയാണ് വന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് പറയാനുള്ളത്, തെളിയിക്കാത്ത പക്ഷത്തോളം അവർ തന്നെ ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങളിതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.